Hi students, welcome back to Electronics Classroom. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് IC വോൾട്ടേജ് റെഗുലേറ്റേഴ്സിലെ ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആയിരുന്നു. അതായത് പോസിറ്റീവ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന 78 സീരീസും നെഗറ്റീവ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന 79 സീരീസും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അഡ്ജസ്റ്റബിൾ അഥവാ വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആണ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വേരി ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന IC വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ എന്നും നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ എന്നും ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇവിടെ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അഡ്ജസ്റ്റബിൾ പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്ററാണ്. അപ്പോൾ അഡ്ജസ്റ്റബിൾ പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് പല പേരുകളിൽ പല ICകളും നമുക്ക് ലഭ്യമാണെങ്കിലും നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് LM317 ICയെ കുറിച്ചാണ്. അതിൽ ഈ LM317 സീരീസാണ് വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഠനത്തിന് വേണ്ടി ഈ IC തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ LM317 തന്നെ 3 തരത്തിലുണ്ട്. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന് ഔട്ട്പുട്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കറണ്ടിൻ്റെ അളവാണ്. LM317L ICക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 100 മില്ലി ആംപിയർ ആണ്. അപ്പോൾ താരതമ്യേന കുറഞ്ഞ കറണ്ട് ആവശ്യമുള്ള സർക്യൂട്ടുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ IC സെലക്ട് ചെയ്യുക. LM317M ആണെങ്കിൽ അതിന് 0.5 ആംപിയർ, അതായത് 500 മില്ലി ആംപിയർ വരെ കറണ്ട് ഔട്ട്പുട്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മീഡിയം റേഞ്ചിലുള്ള ഈ റേഞ്ചിൽ 500 മില്ലി ആംപിയർ റേഞ്ചിൽ പ്രവർത്തിപ്പിക്കേണ്ട ഉപകരണങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ IC സെലക്ട് ചെയ്യാം. LM317T ആണെങ്കിൽ അതിന് 1.5 ആംപിയർ, അതായത് 1500 മില്ലി ആംപിയർ വരെ ഔട്ട്പുട്ടിൽ കറണ്ട് പ്രൊവൈഡ് ചെയ്യാനാകും. നമുക്കിതിൻ്റെ പിൻ ഔട്ട് നോക്കാം. ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് വ്യത്യസ്തമാണെങ്കിലും ഇതിൻ്റെ പിൻ ഡയഗ്രത്തിൽ യാതൊരുവിധ വ്യത്യാസമില്ല. 3 ICയുടെയും പിൻ ഡയഗ്രം, ഒന്നാമത്തെ പിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ടെർമിനൽ എന്നാണ് അറിയപ്പെടുക. രണ്ടാമത്തെ ടെർമിനലാണ് ഔട്ട്പുട്ട് ടെർമിനലായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നതിന് വേണ്ടി ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ പിന്നാണ് ഇൻപുട്ട് വോൾട്ടേജ് അഥവാ അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ നിന്നുള്ള വോൾട്ടേജ് കണക്ട് ചെയ്യുന്നതിനുള്ള ആവശ്യമുള്ള ടെർമിനലായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഏത് ICയിലാണെങ്കിലും ആ ഓർഡർ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഒന്നാമത്തത് അഡ്ജസ്റ്റ്മെൻറ്റ് ടെർമിനൽ, രണ്ടാമത്തത് ഔട്ട്പുട്ട് ടെർമിനൽ, മൂന്നാമത്തെ പിന്നെ ഇൻപുട്ട് ടെർമിനൽ. ഇനി ഈ ICകൾ തമ്മിൽ കറണ്ടിൽ വ്യത്യാസമുണ്ടെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് മൂന്നിനും സെയിം ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജിന് 1.25 വോൾട്ടേജ് മുതൽ 37 വോൾട്ട് വരെ വേരി ചെയ്യാൻ സാധിക്കും. അതായത് ഈ IC ഉപയോഗിച്ചുകൊണ്ടുള്ള സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 1.25 വോൾട്ട് മുതൽ 37 വോൾട്ട് വരെ ഉള്ള വിവിധങ്ങളായ വോൾട്ടേജുകളിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഈ ഒരൊറ്റ പവർ സപ്ലൈ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് സർക്യൂട്ടും അതിൻ്റെ പ്രവർത്തനവും എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. കണക്ഷൻ ഡയഗ്രാം ഓഫ് ദ LM317 റെഗുലേറ്റർ. ഒരു LM317 റെഗുലേറ്ററിൻ്റെ കണക്ഷൻ ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാമത്തെ ടെർമിനലാണ് ഇൻപുട്ട് ടെർമിനൽ. അതിലേക്ക് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ നിന്നുള്ള ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ടെർമിനലാണ് ഔട്ട്പുട്ട് ടെർമിനൽ. രണ്ടാമത്തെ ടെർമിനലിനും ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ടെർമിനലിനും ഇടയിലായി ഒരു ഫിക്സഡ് റെസിസ്റ്ററും അതിന് സീരീസായി ഒരു വേരിയബിൾ റെസിസ്റ്ററും കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ R1 R2 എന്ന് പറയുന്ന റെസിസ്റ്ററുകളുടെ കോമ്പിനേഷനാണ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ നേരത്തെ പറഞ്ഞ 1.25 വോൾട്ടിനും 37 വോൾട്ടിനും ഇടയിൽ നമ്മുടെ ആവശ്യാനുസരണം വേരി ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ LM317 സീരീസിലുള്ള എല്ലാ ICയുടെയും സെക്കൻഡ് പിന്നും, അതായത് ഔട്ട്പുട്ട് ടെർമിനലും ഫസ്റ്റ് പിന്നും, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് ടെർമിനലിനിടയിൽ ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിരിക്കും. അതിനെ V റെഫറൻസ് എന്നാണ് പറയുക. ആ V റെഫറൻസ് വോൾട്ടേജ് എല്ലായ്പ്പോഴും 1.25 വോൾട്ടായിരിക്കും. അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിരിക്കുകയില്ല. ആ കോൺസ്റ്റൻറ്റ് വോൾട്ടേജിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ R1 എന്ന് പറയുന്ന ഫിക്സഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുക.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിക്സഡ് വോൾട്ടേജിന് അക്രോസ് ഫിക്സഡ് റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ആയിരിക്കും. ഓക്കെ, ആ കറണ്ട് I1 നമുക്ക് I1 ഈക്വൽ ടു ആ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് വി റെഫറൻസ് ഡിവൈഡഡ് ബൈ ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ R1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നോക്കുക, ഈ R1 സീരീസ് ആയിട്ടാണ് നമ്മൾ R2 എന്ന് പറയുന്ന റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുക. R2 ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് ആവശ്യാനുസരണം വേരി ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ I1 എന്ന് പറയുന്ന കറണ്ട് തന്നെയാണ് R2 കൂടെ ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. മറ്റൊരു കറണ്ട് കൂടി ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ടെർമിനലിൽ നിന്ന് വരുന്നുണ്ട്. എന്നാൽ ഈ I അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഈ കറണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ടെർമിനലിൽ നിന്നുള്ള കറണ്ടിൻ്റെ വാല്യൂ വളരെ കുറവാണ്, മൈക്രോ ആംപിയർ റേഞ്ചിൽ മാത്രമാണ്. ഈ I1 എന്ന് പറയുന്ന കറണ്ട് മില്ലി ആംപിയർ റേഞ്ചിലായിരിക്കും. അതുകൊണ്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ചെറിയൊരു വാല്യൂ ആയിരിക്കും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ടെർമിനലിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അതുകൊണ്ട് ആ കറണ്ടിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ R1 R2 അക്രോസ് ചെയ്യുന്ന ഒരേ കറണ്ട് തന്നെയാണ് I1 എന്ന കറണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ നിർണ്ണയിക്കുമ്പോൾ ഔട്ട്പുട്ട് ടെർമിനലിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് ടെർമിനലുകൾക്കിടയിലായിട്ട് വരുന്ന കമ്പോണൻസ് നമുക്ക് കാണാം. R1 R2 അത് രണ്ടും സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുക. R1 R2 കണക്ഷൻ മാത്രം നോക്കുകയാണെങ്കിൽ അത് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരേ കറണ്ടാണ് അത് രണ്ടിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജ് ആയിരിക്കും. അതായത് R1 അക്രോസുള്ള വോൾട്ടേജിൻ്റെയും R2 അക്രോസുള്ള വോൾട്ടേജിൻ്റെയും സം ആയിരിക്കും. ഇത് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതിയാകും. R1 + R2 അതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ് ലഭിക്കും. ഓംസ് ലോ പ്രകാരം V = I × R. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജിനെ Vout = I1 × R1 + R2 എന്ന് നമുക്ക് എഴുതാനാകും. നമ്മൾ ഈ I1 ഈ വാല്യൂ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. Vout = V റെഫറൻസ് ഡിവൈഡഡ് ബൈ R1 × R1 + R2. ഇനി ഈ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. R1 ഫസ്റ്റ് ബ്രാക്കറ്റിൽ നിന്ന് മാറ്റി സെക്കൻഡ് ബ്രാക്കറ്റിലേക്ക് കൊണ്ടുപോവുകയും അവിടെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ R1 / R1 അത് 1 എന്നും രണ്ടാമത്തെ ടൈം R2 / R1 എന്നും കിട്ടും. അങ്ങനെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ Vout = V റെഫറൻസ് × 1 + R2 / R1 എന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ V റെഫറൻസ് എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. 1.25 വോൾട്ട്. 1 ഓൾറെഡി ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. R1 ഒരു ഫിക്സഡ് റെസിസ്റ്ററാണ് ഈ സർക്യൂട്ടിൽ സെലക്ട് ചെയ്യുന്നത് നമ്മളുകൊണ്ട്. അപ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഇനി ഇവിടെ വേരി ചെയ്യുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? വേരിയബിൾ റെസിസ്റ്ററായ R2 വാല്യൂ മാത്രം. അതുകൊണ്ട് നമുക്ക് ഇക്വേഷനിൽ നിന്ന് പറയാം V ഔട്ട്പുട്ട് ഓർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു R2. R2 വാല്യൂ വേരി ചെയ്യുന്നതിനനുസൃതമായി ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. അതിനെ വളരെ ഷോർട്ടായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. The LM317T is a fully adjustable 3-terminal positive voltage regulator capable of supplying an output voltage ranging from 1.25 volt to 37 volt. 1.25 വോൾട്ട് മുതൽ 37 വോൾട്ടേജ് വരെ വേരി ചെയ്ത് ഔട്ട്പുട്ടിൽ നൽകാനാകാവുന്ന ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ 3-terminal പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്ററാണ് LM317T എന്ന് പറയുന്നത്. അത് നമ്മുടെ കറണ്ട് റിക്വയർമെൻറ്റിനനുസരിച്ച് 317Tയോ 317Lോ 317Mോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. By using two resistances, one of a fixed value and the other variable, the output voltage can be set to desired level. രണ്ട് റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് ഒന്നൊരു ഫിക്സഡ് വാല്യൂവിൻ്റെയും, അതായത് നമ്മൾ സർക്യൂട്ടിൽ കണ്ടു R1ഉം, രണ്ടാമത്തത് ഒരു വേരിയബിൾ റെസിസ്റ്റർ ഉപയോഗിച്ച് R2ഉം ഉപയോഗിച്ച് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമുക്ക് ആവശ്യമായ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വോൾട്ടേജിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. The voltage produced between output and adjustment terminals is a constant and its value is 1.25 volt. സെക്കൻഡ് ടെർമിനലിനും ഫസ്റ്റ് ടെർമിനലിനും ഇടയിലുള്ള വോൾട്ടേജ് എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ 1.25 വോൾട്ട് ആയിരിക്കും. Since the reference voltage across resistor R1 is a constant current I1 will flow through the other resistor R2, resulting in an output voltage of Vout is equal to
1.25 × 1 + R2 / R1. ഇത് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ തന്നെയാണ്. വി റെഫറൻസിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ വാല്യൂ ആയ 1.25 വോൾട്ട് അപ്ലൈ ചെയ്തു എന്ന് മാത്രം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എല്ലായ്പ്പോഴും 1.25 × 1 + R2 / R1 ആണെന്ന് നമുക്ക് ലഭിക്കുന്നു. This indicates that the output voltage Vout is a function of R2 for a given value of R1 and can be varied by adjusting the value of R2. അപ്പോൾ ഇതാണ് ഒരു അഡ്ജസ്റ്റബിൾ അഥവാ വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ പ്രവർത്തനം. അതും ഔട്ട്പുട്ടിൽ പോസിറ്റീവ് വോൾട്ടേജ് നൽകുന്ന അഡ്ജസ്റ്റബിൾ അഥവാ വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്റർ. ഇനി നമുക്ക് ഒരു നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്ററാണ്. അതിൻ്റെ സർക്യൂട്ടോ ഡീറ്റെയിൽഡ് സ്റ്റഡിയോ നമുക്ക് ആവശ്യമില്ല. അതിനുപയോഗിക്കുന്ന ICയുടെ പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. LM337 സീരീസ് ഓഫ് അഡ്ജസ്റ്റബിൾ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഈസ് സിമിലർ ടു ദി LM317 സീരീസ് ഡിവൈസസ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോസിറ്റീവ് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ നൽകുന്ന LM317ൻ്റെ അതേ സ്പെസിഫിക്കേഷനോട് കൂടിയ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്ററാണ് LM337. ദീസ് നെഗറ്റീവ് റെഗുലേറ്റേഴ്സ് ആർ അവൈലബിൾ ഇൻ ദി സെയിം വോൾട്ടേജ് ആൻഡ് കറണ്ട് ഓപ്ഷൻസ് ആസ് ദി LM317 ഡിവൈസസ്. നമ്മൾ കണ്ട LM317ൻ്റെ വിവിധങ്ങളായ കറണ്ട് റേറ്റിങ്ങുകളോട് കൂടിയ ഡിവൈസുകൾ കണ്ടു. അതേ കറണ്ട് റേറ്റിങ്ങിലും വോൾട്ടേജ് റേഞ്ചിൽ, അതായത് ഇതിൻ്റെ LM317ൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 1.25 വോൾട്ട് മുതൽ 37 വോൾട്ട് വരെയായിരുന്നു. LM337 ആകുമ്പോൾ അത് -1.25 വോൾട്ട് മുതൽ -37 വോൾട്ട് വരെ ആകുമെന്ന് മാത്രം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പേര് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് അത്രയും നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നെഗറ്റീവ് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ നൽകുന്ന അഡ്ജസ്റ്റബിൾ അഥവാ വേരിയബിൾ പവർ സപ്ലൈ വോൾട്ടേജ് റെഗുലേറ്ററാണ് LM337 എന്നത് മാത്രം ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഈ അധ്യായത്തിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഉള്ള ടോപ്പിക്കുകൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലും ഈ ക്ലാസ്സിലുമായിട്ട് നമ്മൾ ഒരു ഓർഡിനറി പവർ സപ്ലൈ എന്താണ്, അതിൻ്റെ ഡ്രോബാക്സ് എന്താണ്, ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, ഇനി ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ പെർഫോമൻസ് എങ്ങനെ മെഷർ ചെയ്യാം, ലോഡ് റെഗുലേഷനും ലൈൻ റെഗുലേഷനും ഉപയോഗിച്ച്, റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ക്ലാസിഫിക്കേഷൻ, അതായത് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററും സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററും, അതിനോരോ എക്സാമ്പിൾ സർക്യൂട്ടുകളും നമ്മൾ കണ്ടു. അതിനുശേഷം IC രൂപത്തിലുള്ള റെഗുലേറ്റർ സർക്യൂട്ടുകൾ കണ്ടു, വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് നമ്മൾ കണ്ടു. അതിൽ തന്നെ ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്ററും വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്ററും. അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പോസിറ്റീവ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന റെഗുലേറ്റേഴ്സ് എന്നും നെഗറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുന്ന വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്നും. ഇത്രയും അറിവുകൾ ഉപയോഗിച്ച് നമ്മളിനി സ്വന്തമായി ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് ഇവിടെ കാണാൻ പോകുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് സർക്യൂട്ട് ഡിസൈൻ ചെയ്യണമെങ്കിലും ഇലക്ട്രോണിക്സ് സർക്യൂട്ടുകളുടെ ഡിവൈസുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് എല്ലായ്പ്പോഴും ഒരു കറണ്ട് സ്പെസിഫിക്കേഷനും വോൾട്ടേജ് സ്പെസിഫിക്കേഷനും ഉണ്ടാവും. അതിന് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ വോൾട്ടേജ് വാല്യൂസ് എത്രയാണ്, അതിൻ്റെ കറണ്ട് വാല്യൂസ് എത്രയാണ് എന്നൊരു പ്രത്യേകതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓരോ ഡിവൈസുകളും വ്യത്യസ്തങ്ങളായ വോൾട്ടേജിലും വ്യത്യസ്തങ്ങളായ കറണ്ടിലുമായിരിക്കും പ്രവർത്തിക്കുക. ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കണ്ടു വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, അതായത് വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് 3 ടൈപ്പ് ICകളുണ്ടെന്ന് കണ്ടു. അതായത് 3 വ്യത്യസ്ത കറണ്ടുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ICs ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ വ്യത്യസ്ത കറണ്ടുകളിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരം ICs നമുക്ക് അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു DC റെഗുലേറ്റഡ് പവർ സപ്ലൈ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ റിക്വയർമെൻറ്റ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്പുട്ട് റിക്വയർമെൻറ്റ്സായി 5 വോൾട്ടും 500 mA. അപ്പോൾ ഔട്ട്പുട്ടിൽ മാക്സിമം 500 mA പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. അത് കൂടുതൽ കറണ്ട് ആവശ്യമുള്ള ഉപകരണങ്ങൾ ഇത് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയില്ല. മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ്, മാക്സിമം അല്ല, ഇത് നമ്മൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജാണ്. 5 വോൾട്ട് ഔട്ട്പുട്ടിൽ നൽകുന്ന 500 mA വരെ കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നൊരു റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രം കണ്ടു. ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. ആ ബ്ലോക്ക് ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതിന് ആവശ്യമായ കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നു. ആദ്യം നമുക്ക് 230 വോൾട്ടിൽ നിന്ന്
നമുക്ക് റിക്വയർഡ് വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആവശ്യമാണ്. ഇനി സ്റ്റെപ്പ് ഡൗൺ ചെയ്താലും ആ സിഗ്നൽ AC സിഗ്നൽ തന്നെയായിരിക്കും. അതിനെ DC ആക്കി മാറ്റുന്നത് നമ്മൾ റെക്ടിഫയർ സർക്യൂട്ട് ഉപയോഗിച്ചാണ്. അപ്പോൾ റെക്ടിഫയർ പ്രവർത്തിക്കുന്നത് ഡയോഡിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കമ്പോണൻറ്റ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയോഡുകളാണ്. ഇനി റെക്ടിഫൈ ചെയ്താലും ആ സിഗ്നലിൽ റിപ്പിൾസ് ഉണ്ടാകും. ആ റിപ്പിൾസിനെ മാറ്റി അതിനെ നമുക്കൊരു സ്മൂത്തായിട്ടുള്ള അഥവാ കോൺസ്റ്റൻറ്റ് ലെവൽ കീപ്പ് ചെയ്യുന്ന DC വോൾട്ടേജ് കിട്ടണമെങ്കിൽ ഫിൽട്ടർ ചെയ്യണം അതിന് ഫിൽട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് കപ്പാസിറ്റർ ഫിൽട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത്രയും ആയാൽ അതൊരു ഓർഡിനറി പവർ സപ്ലൈ ആകുള്ളൂ. ഇനി ഇൻപുട്ട് വോൾട്ടേജ് വേരിയേഷൻ അനുസരിച്ചും ഔട്ട്പുട്ട് ലോഡ് വേരിയേഷൻ അനുസരിച്ചും ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ നാലാമത്തെ ഘടകമായിട്ട് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ കൂടി IC വോൾട്ടേജ് റെഗുലേറ്റർ കൂടി സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലായിട്ട് നമുക്കൊരു DC റെഗുലേറ്റഡ് പവർ സപ്ലൈ ഡിസൈൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് 5 വോൾട്ട് 500 മില്ലി ആംപിയർ എന്ന റിക്വയർമെൻ്റ് അനുസരിച്ച് അതിൽ ഏതൊക്കെ ഡയോഡുകളും ട്രാൻസ്ഫോമറും കപ്പാസിറ്ററുകളും റെഗുലേറ്ററുമാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാം. ആദ്യമായി നമ്മൾ വോൾട്ടേജ് റെഗുലേറ്ററാണ് നോക്കുക. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് റിക്വയർമെൻറ്റ് 5 വോൾട്ടാണ്. ആസ് വി റിക്വയർ 5 വോൾട്ട് വി നീഡ് LM7805 ആസ് വോൾട്ടേജ് റെഗുലേറ്റർ IC. അപ്പോൾ 7805 നമ്മൾ പഠിച്ചു. ഔട്ട്പുട്ടിൽ 5 വോൾട്ട് നൽകുന്ന പോസിറ്റീവ് 5 വോൾട്ട് നൽകുന്ന IC വോൾട്ടേജ് റെഗുലേറ്ററാണ് 7805. അതുകൊണ്ട് നമുക്ക് ഇവിടെ തീർച്ചയായും ഉപയോഗിക്കേണ്ട വോൾട്ടേജ് റെഗുലേറ്റർ 7805 ആയിരിക്കും. അതിൻ്റെ വോൾട്ടേജ് സ്പെസിഫിക്കേഷനും കറണ്ട് റേറ്റിംഗും നമുക്ക് നോക്കാം. അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ആവശ്യമായിട്ടുള്ളത് 7.3 വോൾട്ട് മുതൽ 35 വോൾട്ട് വരെയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യം. ഇത്രയും റേഞ്ചിലുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്താലും ഔട്ട്പുട്ടിൽ അത് കോൺസ്റ്റൻറ്റ് 5 വോൾട്ട് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കറണ്ട് റേറ്റിംഗ് 1 ആംപിയർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കമ്പോണൻറ്റ് സെലക്ട് ചെയ്തു. വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് 7805 ആണ് സെലക്ട് ചെയ്തത്. അടുത്തത് നമ്മൾ റെക്ടിഫയർ സർക്യൂട്ട് അഥവാ ഡയോഡുകളാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ റെക്ടിഫയർ സർക്യൂട്ട് 2 ടൈപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ +1 പഠിച്ചതാണ്. ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. എഫിഷ്യൻസിയും റിപ്പിൾ ഫാക്ടറും വെച്ച് നോക്കുമ്പോൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും റിപ്പിൾ ഫാക്ടർ കുറഞ്ഞതുമായിട്ടുള്ള റെക്ടിഫയർ ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അതുകൊണ്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് ആയിരിക്കും. ഫുൾ വേവ് റെക്ടിഫയർ തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. സെൻറ്റർ ടാപ്പ് റെക്ടിഫയറോ അഥവാ ബ്രിഡ്ജ് റെക്ടിഫയറോ നമുക്ക് ഉപയോഗിക്കാം. ബ്രിഡ്ജ് റെക്ടിഫയറിൽ 4 ഡയോഡുകൾ ആവശ്യമാണ്. അന്നേരം നോർമൽ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാൽ മതി. എന്നാൽ സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൽ നമുക്ക് 2 ഡയോഡുകൾ മതി. അന്നേരം സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ വേണം അവിടെ ഉപയോഗിക്കാൻ. ഇപ്പോൾ നമ്മൾ ഈ ഡിസൈനിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് 2 ഡയോഡുകളുള്ള സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കൺസിഡറിങ് ദ എഫിഷ്യൻസി ആൻഡ് റിപ്പിൾ ഫാക്ടർ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ഫുൾ വേവ് റെക്ടിഫയർ ഹിയർ. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പോണൻറ്റ് 1N4007 എന്ന് പറയുന്ന ഡയോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 2 ടൈപ്പ് ഡയോഡാണ് നോർമലായിട്ട് നമ്മൾ കാണുക, നമ്മുടെ ലാബുകളിലും മറ്റും കാണുക. 1N4001 1N4007. അത് നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് നോക്കാം. that is 1N4007 can withstand a reverse voltage up to 1000 volt, whereas the maximum reverse voltage of 1N4001 is 50 volt. അതായത് റിവേഴ്സ് ബയാസ് ചെയ്യപ്പെടുമ്പോൾ ഈ ഡയോഡിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് 1000 വോൾട്ട് വരെ 1N4007 വിസ്റ്റാൻഡ് ചെയ്യാം. എന്നാൽ 1N4001 50 വോൾട്ട് റിവേഴ്സ് ബയാസ് വോൾട്ടേജ് വരെ അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വോൾട്ടേജ് റിവേഴ്സ് ബയാസിൽ വന്നാൽ അത് നശിച്ചു പോകും. അപ്പോൾ ഈ ഡയോഡുകൾ തമ്മിൽ സൈസിലോ കാര്യമായ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോസ്റ്റിലും കാര്യമായ വ്യത്യാസമില്ല. അതുകൊണ്ട് റിവേഴ്സ് ബയാസ് കൂടുതൽ വോൾട്ടേജ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഡയോഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 1N4007 സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ 2 സർക്യൂട്ടുകളായി. വോൾട്ടേജ് റെഗുലേറ്റർ സെലക്ട് ചെയ്തു. റെക്ടിഫയർ സർക്യൂട്ടിലേക്ക് ആവശ്യമായ ഡയോഡ് നമ്മൾ സെലക്ട് ചെയ്തു. അടുത്ത് നമുക്ക് ട്രാൻസ്ഫോമർ നോക്കാം. ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ടു സെലക്ട് എ ട്രാൻസ്ഫോമർ ആർ ദ കറണ്ട് റേറ്റിംഗ് ആൻഡ് സെക്കൻഡറി വോൾട്ടേജ്. ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള കറണ്ട് റേറ്റിംഗ് അതിനുണ്ടോ, അതോടൊപ്പം അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മുടെ സർക്യൂട്ടിൻ്റെ ബാക്കി കമ്പോണൻറ്റുകൾ സുഗമമായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള വോൾട്ടേജാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കറണ്ട് റേറ്റിംഗ് ഓഫ് ദി ട്രാൻസ്ഫോമർ ഡിപ്പെൻഡ്സ് ഓൺ ദ കറണ്ട് റിക്വയർമെൻറ്റ് ഓഫ് ദി സർക്യൂട്ട്. ഹിയർ ഇറ്റ് ഈസ് 500 മില്ലി ആംപിയർ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കറണ്ട് റേറ്റിംഗ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ സർക്യൂട്ടിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്. സർക്യൂട്ടിന്
500 മില്ലി ആംപിയർ കറണ്ട് വരെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യം അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 500 മില്ലി ആംപിയറിൻ്റെ ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്താൽ മതിയാവും. The minimum input voltage required for 7805 IC is 7.3 വോൾട്ട്. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിലെ വോൾട്ടേജ് റെഗുലേറ്റർ 5 വോൾട്ടാണ് ഔട്ട്പുട്ട് നൽകുന്നതെങ്കിലും അതിൻ്റെ പ്രവർത്തനത്തിനായിട്ട് അതിൻ്റെ ഇൻപുട്ടിൽ ലഭിക്കേണ്ട മിനിമം വോൾട്ടേജ് 7.3 വോൾട്ടാണെന്ന് നമുക്കറിയാം. 606 ട്രാൻസ്ഫോമർ വിത്ത് എ കറണ്ട് റേറ്റിംഗ് ഓഫ് 500 മില്ലി ആംപിയർ ക്യാൻ ബി ചോസൺ. അപ്പോൾ ഇതൊരു സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് സ്പെസിഫിക്കേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുക. 606 സെൻട്രൽ ഗ്രൗണ്ടും 2 എൻഡുകളിലുള്ള ടെർമിനലുകളിൽ പോസിറ്റീവ് 6 വോൾട്ടുമുള്ള സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറാണ് ഇവിടെ ഈ 606 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ട്രാൻസ്ഫോമർ വോൾട്ടേജ് ഈസ് ഓൾവേസ് സ്പെസിഫൈഡ് ഇൻ RMS. ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ പറയുമ്പോൾ എല്ലായ്പ്പോഴും ആ വോൾട്ടേജ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് RMS വാല്യൂവിലാണ്. അപ്പോൾ RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ +1 പഠിച്ചിരുന്നു. VRMS = VM/√2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ്. ഈ സ്പെസിഫൈഡ് RMS വാല്യൂ ഉള്ള സിഗ്നലിൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. 6 വോൾട്ടാണ് RMS വോൾട്ടേജ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് 6 = VM/√2 എന്ന് എഴുതാം. ഇതിൽ നിന്നും ആ സൈൻ വേവിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിലെ സൈൻ വേവിൻ്റെ Vmaximum നമുക്ക് Vmaximum = 6 × √2 = 8.4 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ ഫിൽറ്റർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്യുമ്പോൾ ഈ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം വാല്യൂ ആയ 8.4 വോൾട്ടിലേക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റിക്വയർമെൻറ്റ് 7.3 വോൾട്ടാണ്. അപ്പോൾ 606 ട്രാൻസ്ഫോമർ ഉപയോഗിക്കുമ്പോൾ അത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് RMS വാല്യൂ ആയതുകൊണ്ട് ആ RMS വാല്യൂവിൽ നിന്ന് നമ്മൾ Vmaximum കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 8.4 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഈ 7805 ICയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് ലഭിക്കുന്നു, 8.4 വോൾട്ട് ലഭിക്കുന്നു, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 7.3 വോൾട്ട്. ഇനി ലൈൻ വോൾട്ടേജ് നല്ല വേരിയേഷൻ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് 606 പകരം, അതായത് ഇൻപുട്ട് വോൾട്ടേജ് വല്ലാതെ കുറഞ്ഞു പോയാൽ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും അതിനനുസരിച്ച് കുറയുകയും ഇവിടെ ഈ 7805 ആവശ്യമായ വോൾട്ടേജ് ലഭിക്കാതെ പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് അനുവദിക്കുകയാണെങ്കിൽ 606 പകരം 909 1209 ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതൊരിക്കലും 7805 പ്രവർത്തനത്തെ ബാധിക്കില്ല. കാരണം അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ നമ്മൾ കണ്ടായിരുന്നു അതിന് ഇൻപുട്ടിൽ 7.3 വോൾട്ട് മുതൽ 35 വോൾട്ട് വരെ കൊടുക്കാവുന്നതാണ്. എനി ട്രാൻസ്ഫോമർ വിത്ത് സെക്കൻഡറി പീക്ക് വോൾട്ടേജ് അപ് ടു 35 വോൾട്ട് ക്യാൻ ബി യൂസ്ഡ്, ബട്ട് ആസ് ദി വോൾട്ടേജ് ഇൻക്രീസസ് ദ സൈസ് ഓഫ് ദി ട്രാൻസ്ഫോമർ ഓൾസോ ഇൻക്രീസസ്. നമുക്ക് 35 വോൾട്ട് വരെ പീക്ക് വോൾട്ടേജ് അഥവാ മാക്സിമം വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കാമെങ്കിലും വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് അതിലെ വൈൻഡിങ്സിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിൻ്റെ സൈസും അതിൻ്റെ വെയ്റ്റും കൂടും. അപ്പോൾ അത് നമുക്ക് ആ പവർ സപ്ലൈ കൈകാര്യം ചെയ്യുന്നതിന്, പോർട്ടബിളായിട്ട് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് നമുക്ക് ആവശ്യമായ വോൾട്ടേജ് റേഞ്ചിൽ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഉചിതം. ഇനി നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് കപ്പാസിറ്ററാണ്. ഒരു കപ്പാസിറ്റർ പോരാ, ഒന്ന് നമുക്ക് ഫിൽട്ടർ കപ്പാസിറ്റർ വേണം. രണ്ടാമത് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിൻ്റെ പ്രവർത്തനത്തിനായിട്ട് അതിൻ്റെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഓരോ കപ്പാസിറ്റർ വേണമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ആ 2 കപ്പാസിറ്റർ ചെയ്ത് ആകെ 3 കപ്പാസിറ്റേഴ്സാണ് നമുക്ക് ആവശ്യം. To avoid ripples, it is better to use large value capacitor. We select the capacitor with 2200 microfarad. അപ്പോൾ ഫിൽറ്ററിങ് നമ്മൾ പഠിച്ചപ്പോൾ കണ്ടായിരുന്നു, കപ്പാസിറ്റൻസ് വാല്യൂ കൂടുന്തോറും കൂടുതൽ സ്മൂത്തായിട്ടുള്ള കോൺസ്റ്റൻ്റ് ലെവൽ കീപ്പ് ചെയ്യുന്ന DC വോൾട്ടേജ് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമ്മളൊരു ഹയർ വാല്യൂ കപ്പാസിറ്റർ 2200 മൈക്രോഫാരഡുള്ള ഒരു കപ്പാസിറ്ററാണ് നമ്മൾ ഫിൽറ്ററിങ്ങിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. എ കപ്പാസിറ്റർ വിത്ത് വാല്യൂ 0.01 മൈക്രോഫാരഡ് ഈസ് കണക്റ്റഡ് അറ്റ് ദി ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് IC 7805. അപ്പോൾ എല്ലാ ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്ററിനും ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ICയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും ലോഡിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയും ഓരോ കപ്പാസിറ്റർ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 7805 ഔട്ട്പുട്ടിലെ കപ്പാസിറ്ററായിട്ട് 0.01 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദ ഇൻപുട്ട് കപ്പാസിറ്റർ 0.33 മൈക്രോഫാരഡ് to IC 7805 comes in parallel with the filter capacitor with value 2200 microfarad, so it can be avoided. അത് നമുക്ക് ഫൈനൽ സർക്യൂട്ടിൽ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കമ്പോണൻസോട് കൂടി
നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഇവിടെ വരച്ച് ചേർത്തിരിക്കുന്നത്. 230 വോൾട്ടിനെ 606 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്തിരിക്കുന്നു. 1N4007 2 ഡയോഡുകൾ സെലക്ട് ചെയ്തിരിക്കുന്നു. സെൻറ്റർ ടാപ്പ് റെക്ടിഫയറാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. റെക്ടിഫൈ ചെയ്ത സിഗ്നലിനെ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ലാർജ് വാല്യൂ കപ്പാസിറ്റർ C1 2200 മൈക്രോ ഫാരഡ് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ 7805ൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത്, ഇൻപുട്ടിൽ കണക്ട് ചെയ്യേണ്ടത്. അത് എൻ്റെ വാല്യൂ ഈ കപ്പാസിറ്ററുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ വാല്യൂ ആണ്, 0.33 മൈക്രോ ഫാരഡാണ്. അപ്പോൾ അങ്ങനെ 2 കപ്പാസിറ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ 2200 മൈക്രോ ഫാരഡുള്ള കപ്പാസിറ്റർ തന്നെ ഈ 0.33 മൈക്രോ ഫാരഡിൻ്റെ ഡ്യൂട്ടി കൂടി ചെയ്യും, അതിൻ്റെ വർക്ക് കൂടി ചെയ്യാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ അഡീഷണലായിട്ട് 0.33 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ ഇവിടെ ഇൻപുട്ട് കപ്പാസിറ്ററായിട്ട് ഇവിടെ കണക്ട് ചെയ്യേണ്ടത് ഇല്ല. അതുകൊണ്ടാണ് നമ്മളത് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. ഔട്ട്പുട്ടിൽ ലോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ലോഡ് ചേഞ്ച് ചെയ്യുമ്പോഴുള്ള വോൾട്ടേജ് വേരിയേഷനിൽ നിന്നും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഔട്ട്പുട്ടിൽ 0.01 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ കൂടി കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് DC റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് എത്ര വോൾട്ടേജ് ഔട്ട്പുട്ടിൽ നൽകുന്ന DC റെഗുലേറ്റഡ് പവർ സപ്ലൈ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക. നമ്മളുടെ 1ാമത്തെ അധ്യായം പവർ സപ്ലൈസ് ആൻഡ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്ന അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ക്ലാസ്സുകൾ വ്യക്തമായി കാണുകയും നോട്ടുകൾ എഴുതിയെടുക്കുകയും ചെയ്യുക. ഈ ചാപ്റ്ററിൻ്റെ അവസാനമായി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഓൾറെഡി PDF ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ചാപ്റ്ററിൻ്റെ അവസാനം നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ കൂടി നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക, പഠിക്കുക. താങ്ക് യു.